നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അതായത് മാംഗോ പുഡിംഗ്. ഇപ്പോൾ നമ്മുടെ മാമ്പഴക്കാലമാണല്ലോ, എല്ലാ തരത്തിലും മാങ്ങയും അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ 2 തരത്തിലാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതായത് ജലാറ്റിൻ വെച്ചിട്ടും ജലാറ്റിൻ കിട്ടാത്തവർക്ക് ജലാറ്റിൻ ഇല്ലാതെയും. അപ്പോൾ 2 തരത്തിലുള്ള പുഡിംഗ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ മാംഗോ പുഡിംഗ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള മാംഗോ പുഡിംഗ് തയ്യാറാക്കാം. ഞാൻ 2 രീതിയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതായത് ജലാറ്റിൻ ചേർത്തിട്ടും കാണിച്ചു തരുന്നുണ്ട്, ജലാറ്റിൻ താല്പര്യമില്ലാത്തവർക്ക് ജലാറ്റിൻ ഇല്ലാതെയും നമുക്ക് നോക്കാം. അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് ജലാറ്റിൻ ചേർത്തിട്ടുള്ള മാംഗോ പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് മാംഗോ പ്യൂരി. അതായത് മാമ്പഴം നന്നായിട്ട് അരച്ചെടുത്തതാണിത്. 1 കപ്പ് ഉണ്ട്. ഒരല്പം മാത്രം വെള്ളം ചേർത്ത് അരച്ചതാണ്. അരിച്ചെടുക്കണം കേട്ടോ, കാരണം നാരുണ്ടാവും ഈ മിക്ക മാമ്പഴത്തിലും. ചില മാമ്പഴത്തിലും നാരുണ്ടാവില്ലെങ്കിൽ പോലും ഒന്ന് അരിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ജലാറ്റിൻ ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിൻ ആണ് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് സോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ ജലാറ്റിൻ നമുക്ക് ഒരു കുഞ്ഞു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അഗർ വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്യാം. അഗർ ആണെങ്കിൽ ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ 1.5-2 ടീസ്പൂൺ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അഗർ വെച്ചിട്ട് ഈ മാംഗോ പുഡിംഗ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല അതിന്റെ അളവ്. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ആ ജലാറ്റിൻ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ജലാറ്റിൻ നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് പാല് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വേണം. ഞാനിവിടെ 250 ml വിപ്പിംഗ് ക്രീമും 100 ml പാലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 350 ml വിപ്പിംഗ് ക്രീം തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അതിന് പകരമായിട്ട് പാല് തന്നെ ഉപയോഗിക്കാം. വിപ്പിംഗ് ക്രീം ആണ് കുറച്ചും കൂടെ നല്ലത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ, ഓരോരുത്തർക്കും മധുരം അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. ഞാൻ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം പോരാ, ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാമ്പഴം ചേർത്തതിന് ശേഷം നോക്കാൻ മറക്കരുതേ, കാരണം ഓരോ മാമ്പഴത്തിന്റെ ഇതനുസരിച്ച് മാറ്റം വരും. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കാറുണ്ട്. അറിയാലോ, ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വെച്ച് ഒരുപാട് ഉപ്പ് ഇടരുതേ, അത് ശ്രദ്ധിക്കണം. ഒരു നുള്ളു എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഇടാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സമയത്ത് ഇതിലോട്ട് നമ്മുടെ മാംഗോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ തരി പോലെ ഉണ്ടാവും, അത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതില് നമ്മളെ ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജലാറ്റിൻ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുക്ക് ചെയ്യാം, 2-3 മിനിറ്റ് നേരത്തോളം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അരിച്ചെടുക്കണം കേട്ടോ. എന്തെങ്കിലും ചെറിയ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഞാൻ യെല്ലോ കളർ ചേർക്കുന്നുണ്ട്, കാരണം നമ്മുടെ മാമ്പഴത്തിന് അത്ര കളർ പോരാ. ഞാൻ ഇതിന്റെ രുചി ഒന്നും കൂടെ നോക്കട്ടെ, ഫൈനലായിട്ട് മധുരം കറക്റ്റ് ആണോ എന്ന് നോക്കട്ടെ. എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അല്പം കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കളർ ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കുന്ന കാരണം വേണ്ടി മാത്രം ഒരു അല്പം കളർ ചേർത്തതാണ്. ഓറഞ്ച് റെഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മിക്സ് ചെയ്യാം. അപ്പൊ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഒന്നുമില്ല ഈ സംഭവം, എന്നാലും ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ് അരച്ചെടുക്കാൻ പറഞ്ഞത്. ഇനി കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കാരണം ഈ ചൂടോടുകൂടി നമ്മൾ ഇതിൽ ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് അങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് അല്പം ചൂടാറിയതിനു ശേഷം മാത്രം നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ ആ ഒരു ഭയങ്കര ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്ക് ലെമൺ ജ്യൂസ്, അരിച്ചെടുത്ത ലെമൺ ജ്യൂസ് വേണേ, ഒരല്പം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് രുചിച്ച് നോക്കുക. പുളി മതിയെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഒഴിക്കേണ്ട. മാമ്പഴം അനുസരിച്ചും പുളിയുടെ ലെവലിൽ വ്യത്യാസം വരും. എൻ്റെ അടുത്ത് ഇവിടെ ഇതുപോലത്തെ അലുമിനിയത്തിന്റെ പുഡിംഗ് ബോളുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഗ്ലാസ്സിലോട്ടും മാറ്റാം. ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് കേട്ടോ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലിംഗ് റാപ്പ് ഒഴിച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുക. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും. മിനിമം ഒരു 6 മുതൽ 8 മണിക്കൂർ വേണം നന്നായിട്ട് സെറ്റ് ആവാൻ കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് റാപ്പ് ചെയ്യട്ടെ. ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടെ. സെറ്റ് ആയതിനു ശേഷം ഞാൻ പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇടത്തരം മാമ്പഴം ചെത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അൽഫോൺസ മാമ്പഴം അല്ലെങ്കിൽ കേസർ, നല്ല മധുരം, ഇതിന് ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണിത്. ഇതിലോട്ട് നമുക്ക് 1.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് ചേർക്കാൻ മറക്കരുത്.
ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. മാമ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അരിച്ചെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ ആണ് വേണ്ടത്. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കാം. കട്ട ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നൊരു അരിപ്പേ കൂടെ അരിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ സോസ് പാനിലോട്ട് മാംഗോ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത് കേട്ടോ. ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. പുളിയുണ്ട്, മധുരമുണ്ട്, നല്ല രുചിയുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ചൂടായിരിക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ കോൺഫ്ലോറില്ലേ കലക്കി വെച്ചത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ കട്ടകൾ ഉണ്ടാവും. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി കുക്ക് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ ഇത് കുക്കായിട്ടില്ലെങ്കിൽ ഈ കോൺഫ്ലോറിന്റെ ഒരു പച്ച ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും, ഒരു റോ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ടാണ് നന്നായി കുക്ക് ചെയ്യാൻ പറയുന്നത്. ലോ ഫ്ലെയിമിൽ നമുക്ക് പതുക്കെ സമയം എടുത്തിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾ രുചിച്ച് നോക്കിയിട്ട് മധുരം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ പുഡിങ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഈ തിക്നെസ് വന്നിട്ടുണ്ട്. തിക്നെസ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ വര കാണാൻ പറ്റുന്ന തിക്നെസ്. ഒന്ന് രുചിച്ച് നോക്കിയിട്ട് പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ പാടില്ല. ഈ സമയത്ത് ഒഴിക്കരുത്, കാരണം ഈ സമയത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ ഗ്ലാസ്സിലും ഇതേപോലുള്ള മോളിലും ഒഴിച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അപ്പൊ രണ്ടും റെഡി ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ ഉണ്ടാക്കിയ 2 ടൈപ്പ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. കമത്തി നോക്കുമ്പോൾ പോരുന്നില്ല. അപ്പോൾ ഇത് കോൺഫ്ലോർ വെച്ച് തയ്യാറാക്കിയ പുഡിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് ജലാറ്റിൻ വെച്ച് തയ്യാറാക്കിയത്. സാധാരണ രീതിയിൽ ഞാൻ അൺമോൾഡ് ഒന്നും ചെയ്യാറില്ല. എന്നാൽ ഇതിൽ നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺമോൾഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് 30 സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക ഈ ബാക്ക് സൈഡ്. അതിനുശേഷം ഒന്ന് പ്ലേറ്റിലോട്ട് കമത്താം കേട്ടോ. അപ്പൊ ഞാനിത് അൺമോൾഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ കുട്ടികളെ നോക്കൂ, നമ്മുടെ 2 പുഡിങ് ഞാൻ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കി ജലാറ്റിന്റെ അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, ജിഗ്ലി ജിഗ്ലി ജിഗ്ലി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ജലാറ്റിൻ അല്ലാതെ നമ്മുടെ കോൺഫ്ലോർ വെച്ച് ചെയ്ത പുഡിംഗ് ആണ്. 2 സൂപ്പറാണ്. അപ്പോൾ ഞാൻ 2ന്റെയും ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 2 പുഡിങ്ങും ടേസ്റ്റ് ചെയ്യാം. ഇത് ജലാറ്റിൻ ചേർത്തിട്ടുള്ള പുഡിംഗ് ആണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരവും ആ ചെറിയൊരു പുളി ആയിട്ട് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ നമ്മുടെ ജലാറ്റിൻ ചേർക്കാത്ത കോൺഫ്ലോർ ചേർത്ത പുഡിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് വേറൊരു ടേസ്റ്റ്, പക്ഷെ അതും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അൺമോൾഡ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കഴിക്കുക. കൂടുതൽ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളാവാൻ തുടങ്ങും. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോർമലി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെയാണ് പുഡിംഗ് സെർവ് ചെയ്യാറുണ്ട്. ചെറിയ പോർഷനായിട്ട് ചെറിയ ഗ്ലാസ്സുകളിലായിട്ട് പുഡിംഗ് ഒഴിച്ചതിന് ശേഷം മേലെ മാംഗോ സ്ട്രോബെറി എന്തെങ്കിലും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്പൂൺ കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കഴിക്കാൻ എളുപ്പമായിരിക്കും. ചെറിയ പോർഷനാണ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവേ ഉള്ളൂ. ഒരു വലിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിഞ്ഞ് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അൺമോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാണാൻ ക്യൂട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ 2 തരത്തിലുള്ള പുഡിങ്ങിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്